ഹായ് ഹലോ ഫ്രണ്ട്സ്, രഞ്ജു സട്ടപ്പാടി എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ഹോം മെയ്ഡ് ബ്ലീച്ച് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ അടിപൊളി വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഒരുപാട് പേര് കുട്ടികളെയും കൊണ്ടൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് മറ്റൊരാളുടെ ഒരു സഹായമൊക്കെ വേണം കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്ത് പോയിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള അടിപൊളി ബ്ലീച്ച് റെഡിയാക്കിയാലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ബ്ലീച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു എഫക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ആ ബ്ലീച്ച് തയ്യാറാക്കിയതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം നമ്മൾ ബ്ലീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൗളിലേക്ക് 2 സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടമാണ് കേട്ടോ. പപ്പടം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പടം, അരമുറി പപ്പടം എടുക്കണമെങ്കിൽ അരമുറി പപ്പടം എടുത്താൽ മതി. ഞാനിപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പപ്പടം ഞാൻ ഇതിലേക്ക് കുതിരാൻ വേണ്ടിയിട്ട് മുക്കി വയ്ക്കുകയാണേ. കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുതിർന്നിട്ട് വേണം. പാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് ഫേസിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് താഴെ പോയിട്ടുണ്ട്, കൈ തട്ടിപ്പോയതാണേ. അപ്പോൾ അങ്ങനെ എടുക്കുക. അത് കുതിർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ പപ്പടവും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ്, ചെറിയൊരു ടേബിൾ സ്പൂണോ നമ്മുടെ മുഖത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ബ്ലീച്ച്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാറുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിന് മുന്നേ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് തരാൻ തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞത്. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം. ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്തിൻ്റെ, അതായത് എന്താ പറയുക, ഉണങ്ങുമല്ലോ. ഇത് നന്നായിട്ട് വലിഞ്ഞിതാവുമ്പോൾ നമുക്കറിയാം. അപ്പം നമ്മൾ കഴുകി കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ മുകളിലൊന്നും ഇടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാത്തവർക്ക് വേണ്ടി പറയും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖത്തൊരു ചെറിയ നീറ്റൽ പോലൊക്കെ തോന്നും. അതൊന്നും കണ്ട നിങ്ങൾ കേട്ടോ. എൻ്റെ ലച്ചുമോള് ഇതാക്കാതെ ഞാൻ മാറി നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ലച്ചുമോള് വന്നിട്ടുണ്ട്, താഴെ നിൽക്കുന്നുണ്ട്. ആൾ പറയുന്നത് ഞാൻ സുന്ദരിയായി എന്നൊക്കെയാണ് പറയണത്, ആ പാവം. അപ്പോൾ അവളില്ലാതെ ഞാനിങ്ങനെ മാറി നിന്നിട്ടാട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ അറിയാലോ, അവളില്ലാതെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മാറി നിന്നിട്ടൊക്കെയാണ് സാധാരണ വീഡിയോ എടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഇത് പിന്തുടർന്ന് വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ ഞാൻ ആളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ലച്ചുമോൾ കേട്ടോ. എൻ്റെ മോൾക്ക് 2 വയസ്സേ ഉള്ളൂ. നോക്ക്, ക്യാമറയിൽ നോക്കി ഒരു ഹായ് പറ. ഹായ് ഉമ്മ പറ, ഒരു പ്ലെയിൻ ഗ്ലിസ് പറ. പറ. ഓക്കെ, താങ്ക് യു പറ. ഓക്കെ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാനിത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞതാണ് കേട്ടോ. കഴുകി കളഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മുഖമാണിത്. എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നി. അപ്പം നിങ്ങളും ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുമെന്ന് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ റെഡിയാക്കിയ നമ്മുടെ പപ്പടവും പാലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തയ്യാറാക്കിയ ബ്ലീച്ചാണ്. ആ ബ്ലീച്ച് എന്ന് പറയുമ്പോൾ പപ്പടത്തിൽ അപ്പക്കാരം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അതാണ് നമ്മുടെ മുഖത്തിന് ബ്ലീച്ച് അതൊരു മാറ്റം വരാനുള്ള കാരണം. അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ലാസ്റ്റ് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.